എടോ, നമ്മുടെ മലബാറുകാരുടെ കല്യാണ തലേന്ന് നെയ്ച്ചോറിന്റെ മുകളിലേക്ക് വിളമ്പുന്ന ഒരു ചൂടുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ഇല്ലേ, അതുണ്ടാക്കിയല്ലോ നമുക്കിന്ന്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാൽ എടുത്തേക്കാം. ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുത്ത് വെച്ചിട്ട് ശേഷം നമുക്ക് കുറച്ച് കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തിയും വെക്കാം. ഇനി ഞാൻ ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത് ആമസോണിന് പർച്ചേസ് ചെയ്ത ഇൻസ്റ്റന്റ് പോട്ടിന്റെ ഇലക്ട്രിക് കുക്ക് വെയറിലാട്ടോ. ഇത് നമുക്ക് കുക്കറായിട്ടും അല്ലെങ്കിൽ ഒരു ബിരിയാണി പോട്ടായിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. ഫസ്റ്റ് സോട്ട് എന്ന ബട്ടൺ ഞെക്കി കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ സ്പൈസസും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി വാടി വന്ന അതിലേക്ക് ചിക്കനും ഉപ്പും പിന്നെ നമ്മുടെ സെക്കൻഡ് പാലും ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈരും ക്യാരറ്റും പൊട്ടറ്റും കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ പാടന്നെ ഇൻസ്റ്റാപോട്ടിന്റെ ഈ ഒരു ഇലക്ട്രിക് കുക്ക് വെയർ നമുക്ക് മാനുവലി പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റൂട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റ് പാൽ ഒഴിച്ചെടുക്കുക. പിന്നെ കാഷ്നട്ട് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മല്ലിയിലയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നെയ്യിൽ കുറച്ച് ചെറിയുള്ളിയും കാഷ്നട്ടും കറിവേപ്പിന്റെ ഇലയും കൂടി തോമിച്ച് നമ്മുടെ ഇസ്റ്റ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ലേ. ഇനി നിങ്ങൾക്ക് ഈ ഇൻസ്റ്റന്റ് പോട്ടിന്റെ ഇലക്ട്രിക് കുക്ക് വെയർ